എൻ്റെ പേര് രാകേഷ് റോയ്. ഞാൻ ഇടുക്കിയിലെ 4 മെഗാവാട്ട് മുക്കുടം സ്മോൾ ഹൈഡ്രോ പ്രൊജക്ടിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ജേക്കബ് സാർ പറഞ്ഞ പോലെ ഞങ്ങളും നമ്മുടെ കൺസേൺസ് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് കമ്മീഷനിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ചില ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പെട്ടെന്ന് 5 മിനിറ്റിനുള്ളിൽ പറഞ്ഞ് പോകാം. മെയിൻ ആയിട്ടുള്ള ആദ്യം തന്നെ നമ്മൾ സാർ പറഞ്ഞ പോലെ, ജേക്കബ് സാർ പറഞ്ഞ ഗ്രിഡ് സപ്പോർട്ട് ചാർജസ് ആണ് ₹1 വെച്ചിട്ട് ഉള്ള അതൊരു ജസ്റ്റിഫിക്കേഷൻ ഒന്നും നമ്മുടെ ഡ്രാഫ്റ്റ് റെഗുലേഷനിൽ കണ്ടില്ല. നിലവിൽ നമുക്കറിയാം ക്യാപ്റ്റീവ് പ്ലാൻ ആണെങ്കിൽ 5% ഇൻജക്റ്റഡ് എനർജിയുടെ 5% ആണ് ഗ്രിഡ് സപ്പോർട്ട് ചാർജ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഇങ്ങനെ ഒരു 1% വരുമ്പോൾ ഒരു ഇംപ്ലിക്കേഷൻ ഞാനൊരു കേസ് സ്റ്റഡി ഉൾപ്പെടെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാമ്പിൾ ആയിട്ട് ഒരു 100 കിലോവാട്ട് സോളാർ പ്ലാന്റ് വെക്കുന്ന അയാളൊരു 400 യൂണിറ്റ് 4 യൂണിറ്റ് വെച്ച് 400 യൂണിറ്റ് ദിവസം ജനറേറ്റ് ചെയ്യുന്നു വിചാരിക്കുക. അപ്പൊ നിലവിലെ സിറ്റുവേഷൻ ക്യാപ്റ്റീവ് വന്ന് നോക്കുക. നിലവിലെ മെത്തഡോളജിയിൽ 5% ആണ് അതിൽ ഗ്രിഡ് സപ്പോർട്ട് ചാർജസ് ആയിട്ട് ഡിഡക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 20 കിലോവാട്ട് അവർ. പോയിട്ട് 380 യൂണിറ്റ് അയാൾക്ക് സെല് ചെയ്യാനായിട്ടുണ്ട്. അയാൾ ₹4 വെച്ച് അത് സെല് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്നത് ₹1520. പുതിയ മെത്തേഡിൽ, പുതിയ റെഗുലേഷനിൽ പറഞ്ഞിരിക്കുന്ന ₹1 ഒരു യൂണിറ്റ് നമ്മൾ ഗ്രിഡ് സപ്പോർട്ട് ചാർജ് കൊടുക്കുമ്പോൾ ഈ 400 യൂണിറ്റിന് ₹400 കൊടുക്കണം. അപ്പോൾ 400 യൂണിറ്റ് അങ്ങനെ അയാൾക്ക് സെല് ചെയ്യാൻ പറ്റും ₹4 വെച്ചിട്ട്. അതിനകത്ത് ₹400 ഡിഡക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ്ലി അയാളുടെ റവന്യൂ 1200 ആയിട്ട് കുറയാണ്. മീൻസ് ദർ ഇസ് എ ഡ്രോപ്പ് ഓഫ് ₹320. അല്ലെങ്കിൽ 21.05% ആണ് ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരാൾ പോലും ഇങ്ങനെ ഒരു പ്രൊജക്ട് സെറ്റ് ചെയ്യാനായിട്ട്, നമ്മുടെ കേരളത്തിലെ സിറ്റുവേഷൻ നമുക്കെല്ലാം അറിയാം. ലാൻഡ് അവൈലബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, ചലഞ്ചസ് ഉണ്ട്. എന്നിട്ടും നമ്മൾ ഇത്രയും റിന്യൂവബിൾ എനർജി ഇഞ്ചക്ഷൻ ഒക്കെ നടന്ന് അതൊക്കെ ഇനി ആരും ചെയ്യാത്തൊരു സിറ്റുവേഷനിലേക്ക് പോകും. അതാണ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. രണ്ടാമത് ഒരു റിക്വസ്റ്റ് നമുക്ക് കമ്മീഷനോട് പറയാനുള്ളത്, ഈ പുതിയൊരു ടൈം നമ്മൾ കണ്ടു ഈ പറയുന്ന ഡ്രാഫ്റ്റിൽ DRE, അതായത് ഡിസ്ട്രിബ്യൂട്ടഡ് റിന്യൂവബിൾ എനർജി സിസ്റ്റം. അതായത് 11 kV അല്ലെങ്കിൽ 33 kV കണക്ട് ചെയ്തിരിക്കുന്ന റിന്യൂവബിൾ എനർജി സിസ്റ്റംസ് ആണ്. അപ്പോൾ മിക്കവാറും നമ്മൾ ഒബ്സർവ് ചെയ്തിരിക്കുന്നത്, ഞങ്ങളുടെ പ്രൊജക്ട് ഉൾപ്പെടെ, നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്ന എനർജി ഇവിടെ തന്നെ ഈ ഡിസ്ട്രിബ്യൂഷൻ 11 kV അത് ഇവിടെ തന്നെ കൺസ്യൂം ചെയ്ത് പോവുകയാണ്. അപ്പൊ അത് ട്രാൻസ്മിഷൻ എന്നുള്ളൊരു സംഭവം അവിടെ നടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഓപ്പൺ ആക്സോ അല്ലെങ്കിൽ ക്യാപ്റ്റീവ് ആകുമ്പോൾ അങ്ങനെ വരുന്ന എനർജിക്ക് ട്രാൻസ്മിഷൻ ചാർജും ട്രാൻസ്മിഷൻ ലോസും വേവ് ഓഫ് ചെയ്യണം. കാരണം നമ്മൾ ചാർജ് ചെയ്യുന്ന ഈ പല പാരാമീറ്റേഴ്സ് ഉണ്ട്. ട്രാൻസ്മിഷൻ ലോസ് ഉണ്ട്, വീലിംഗ് ലോസ് ഉണ്ട്, ട്രാൻസ്മിഷൻ ചാർജ് ഉണ്ട്, വീലിംഗ് ചാർജ് ഉണ്ട്. ഇതൊക്കെ തിയറിറ്റിക്കൽ അല്ലാണ്ട് ഒരു റിയലിസ്റ്റിക് അപ്രോച്ച് വേണം എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട കമ്മീഷനോട് റിക്വസ്റ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ പുതിയ റെഗുലേഷനിൽ ബാങ്കിങ് അവസാനിപ്പിക്കുകയാണ്. അതിനൊരു ജസ്റ്റിഫിക്കേഷൻ പ്രോപ്പറായിട്ട് അതിനകത്ത് കണ്ടില്ല. അതിനകത്ത് എനിക്ക് പറയാനുള്ളത്, മറ്റ് സ്റ്റേറ്റ്സിനെ അപേക്ഷിച്ച് നമുക്കറിയാം കേരളത്തില് KSEBയുടെ അല്ലെങ്കിൽ നമ്മുടെ ലൈസൻസിയുടെ മെയിൻ സോഴ്സസ് എല്ലാം ലാർജ് ഹൈഡ്രോ റിസർവോയേഴ്സ് ഉണ്ട്. അപ്പൊ ഈ ജനറേഷൻ സീസണിൽ വരുന്ന എക്സസ് ജനറേഷൻ അത് ബാങ്ക് ചെയ്യുകയാണ്. കഴിഞ്ഞ ഒരു 30 വർഷത്തിലേറെയായിട്ട് നമ്മൾ കാണുന്ന ക്യാപ്റ്റീവ് പ്ലാന്റുകൾ 94 മുതലൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ അവരെല്ലാം ആ ഒരു സിസ്റ്റമാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോരുന്നത്. അതിനകത്ത് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ ജനറേഷൻ സീസണിൽ ബാങ്ക് ചെയ്യപ്പെടുന്ന അതിന്റെ 5% ബാങ്കിങ് ചാർജ് കൊടുത്തതിന് ശേഷം നമുക്ക് നോൺ ജനറേറ്റിംഗ് സീസണിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ലൈസൻസിക്ക് എന്തെങ്കിലും ഒരു ലോസസ് എന്തെങ്കിലും ഉള്ളതായിട്ട് അവർ തന്നെ പറഞ്ഞായിട്ട് ഞാൻ കാണുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ബാങ്കിങ് അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കം, അതിന്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ കമ്മീഷനിൽ അതിനകത്ത് റെഗുലേഷനിൽ കാണുന്നില്ല. അതിന് ആ ഒരു നീക്കം അത് ഒഴിവാക്കണം എന്നാണ് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. പിന്നെ ഉള്ളതാണ് ഡീവിയേഷൻ സെറ്റിൽമെന്റ് മെക്കാനിസം. കാര്യം ഓൾറെഡി പറഞ്ഞു. നമുക്കറിയാം റിന്യൂവബിൾ എനർജി എല്ലാം ഹൈലി ഡിപെൻഡന്റ് ഓൺ വെതർ ആണ്. അത് ഇന്നത്തെ കാലത്ത് വെതർ ആണ് ഹൈലി അൺപ്രഡിക്റ്റബിൾ ആണ്. നമ്മുടെ IMDക്ക് പോലെ ഒരു 2 hours in advance വെതർ പ്രൊഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ അതൊക്കെ ഒരു പ്രാക്ടിക്കലി പോസിബിൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഉള്ളത് സാറ് പറഞ്ഞിരിക്കുന്നത്, റെഗുലേഷനിൽ പറഞ്ഞിരിക്കുന്നത് SHPs വിത്ത് സ്റ്റോറേജ് എന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി സ്റ്റോറേജ് ചിലയിടങ്ങളിലൊക്കെ പോസിബിൾ ആയിരിക്കും, പക്ഷേ അതിന് അഡീഷണൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വേണ്ടി വരും. അപ്പോൾ നിലവിൽ എനിക്ക് തോന്നുന്നു PSPസിന്, പ്രൈവറ്റ് PSPസിന്റെ KSEBയുടെ ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു വയനാട്ടിലെ മഞ്ഞപ്പാറ. അതിന് ₹10 വെച്ച് കൊടുക്കാനാണ്. അത് പീക്ക് ടൈമിൽ മാത്രമായിരിക്കും സപ്ലൈ. അപ്പൊ ഇങ്ങനെ നമ്മൾ SHPs ഡെവലപ്പ് ചെയ്യുമ്പം പീക്ക് ടൈമിൽ സപ്ലൈ ചെയ്യുന്ന രീതിക്ക് അതിലേക്ക് അത് റീഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഹയർ കപ്പാസിറ്റി വേണം, ഒരു റിസർവോയർ വേണം. അങ്ങനെ വരുമ്പോൾ അതിന് ₹10 വെച്ച് തരാൻ, അല്ലെങ്കിൽ ആ PSPക്ക് കൊടുക്കുന്ന അത് താരിഫ് തരാൻ KSEB തയ്യാറാവോ, അല്ലെങ്കിൽ റെഗുലേഷനിൽ അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. ഇപ്പം VGFന്, വെഹിക്കിൾ ടു ഗ്രിഡ്, V2 പറഞ്ഞ പോലെ ഒരു ₹10 ഒക്കെ കിട്ടിയെങ്കിൽ മാത്രമാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു 14% ROE കിട്ടണമല്ലോ. അതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, നമുക്കറിയാം മറ്റ് കമ്മോഡിറ്റീസ് പോലെ തന്നെ നമ്മളൊരു 30% മാത്രമാണ് ഇവിടെ ജനറേഷൻ.
അപ്പോൾ നമ്മൾ ട്രഡീഷണലി KCBയുടെ ലാർജ് ഹൈഡ്രോയും പിന്നെ ഈ സ്മോൾ റിന്യൂവബിൾ എനർജിയും കൂടെ ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ടാണ് നമ്മൾ കേരളത്തിൽ കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് റിന്യൂവബിൾ എനർജി പ്രൊജക്ട്സ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനെ റിന്യൂവബിൾ എനർജിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ റെഗുലേഷൻസ് വരണം. അല്ലാതെ ഇപ്പോൾ വന്നിരിക്കുന്ന റെഗുലേഷൻസിൽ ഒരുപാട്, എല്ലാമൊന്നും പറയുന്നില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് ഒരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം ഡിസ്കറേജ് ചെയ്യുന്ന രീതിയിലാണ്. അത് ബഹുമാനപ്പെട്ട കമ്മീഷൻ ദയവ് ചെയ്ത് അതിലേക്ക് നോക്കണം. അത് പ്രോആക്റ്റീവ് ആയിട്ടുള്ള പോയിന്റ്സ് വരണം എന്നാണ് പറയാനുള്ളത്. താങ്ക് യു.